السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മലക്കുകളുടെ പ്രാർത്ഥനയെ സംബന്ധിച്ചാണ് വിശദീകരിച്ചത്. അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇന്നത്തെ ക്ലാസ്. ഒരു മനുഷ്യൻ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ വുളു ചെയ്തുകൊണ്ട് കിടന്നുറങ്ങുകയാണെങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ബാത ത്വാഹിറൻ ബാത ഫീ ശിആഇൽ മലക്ക്. ഒരു മനുഷ്യൻ വുളു എടുത്ത് ശുദ്ധിയോടുകൂടി കിടന്നുറങ്ങുമ്പോൾ അവന്റെ അരികിൽ ഒരു മലക്കുണ്ടാവും. എന്നിട്ട് പല വ്യസ്തയങ്ങളില്ല മലക്ക് അവൻ ഉണരുമ്പോഴൊക്കെ ഈ മലക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലാഹു ഇതിന്റെ ഈ അടിമക്ക് നീ പുറത്തു കൊടുക്കണം. കാരണം ഇവൻ ശുദ്ധിയോട് കൂടിയിട്ടാണ് ഈ രാത്രി കഴിച്ചു കൂട്ടിയിട്ടുള്ളത്. ഇവിടെ അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെപ്പോ കിടന്നുറങ്ങുമ്പോൾ വുളു ചെയ്തിട്ട് കിടന്നുറങ്ങും. അങ്ങനെ വുളു ചെയ്ത് കിടന്നുറങ്ങുമ്പോൾ മലക്കുകൾ നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ടിരിക്കുന്നതാണ്. വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുന്ന വലിയ ഒരു പുണ്യമുള്ള ഒരു കാര്യമാണ്. സ്ഥിരമായിട്ട് വുളു എടുത്തിട്ടാണ് വിശ്വാസികൾ എടുത്തുറങ്ങേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വുളു എടുക്കാറിയുമ്പോൾ നമുക്ക് ഉറക്കം പോകുന്നതാണ് നമ്മുടെ മനസ്സ് പറയുന്നത്. ഉറക്കം കൂടി പോകുന്നത് അങ്ങനെയെല്ലാം നമ്മൾ ചെയ്യുന്നത്. അതൊരു ശീലമായി കഴിഞ്ഞാൽ പിന്നെ വുളു എടുക്കാതെ കിടന്ന നമുക്ക് ഉറക്കം കിട്ടാത്ത അവസ്ഥ വരും. അതൊരു ശീലമാക്കിയിട്ട് നമ്മൾ മാറ്റണം. അതിലൂടെ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കൊണ്ട് അതിൽപ്പെട്ട ഒന്നാണ് മലക്കുകളുടെ പ്രാർത്ഥന. പിന്നീട് വന്നതൊക്കെ നമസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതിലൊന്ന് സുബഹ് അസർ ജമാഅത്തോട് കൂടിയിട്ട് ഒരാൾ പള്ളിയിൽ ഒന്ന് നിസ്കരിച്ചാൽ അയാൾക്ക് വേണ്ടിയിട്ട് മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഹദീസിൽ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യതഅഖബൂന ഫീകുൽ മലായികത്തു ബില്ലൈലി വ മലായികത്തു ബിന്നഹാർ. നിങ്ങളിലേക്ക് വൈകുന്നേരവും രാവിലെയും അല്ലാഹുവിന്റെ മലക്കുകൾ തുടരെ വന്നുകൊണ്ടിരിക്കുന്നു. അവർ പറഞ്ഞിട്ടുണ്ട്, മലക്കുകളുടെ ആവാസം, അവർ വസിക്കുന്നത് ആകാശലോകത്താണ്. അവർക്ക് അല്ലാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കാനാണ് ഭൂമിയിലേക്ക് അവർ ഇറങ്ങി വരുന്നത്. അധികം മലക്കുകളും സുബഹിന്റെ സമയത്തും അസറിന്റെ സമയത്തുമാണ് ഇറങ്ങി വരിക. എന്നിട്ട് അവർ ഒരുമിച്ച് കൂടുന്നത് അസറിലും അതുപോലെ തന്നെ സുബഹിക്കുമായിരിക്കും. എന്നിട്ട് നമ്മുടെ കൂടെ രാത്രി കഴിച്ചു കൂട്ടിയ ഈ അസറിന് വന്ന മലക്കുകൾ ഒരു സുബഹിക്കാണ് കയറി പോകും. അങ്ങനെ അവർ കയറി പോകുമ്പോൾ അള്ളാഹു അവരോട് ചോദിക്കും. അവർ ചോദിക്കുന്ന അള്ളാഹ് അറിയാൻ വേണ്ടിയിട്ടല്ല, അവരെക്കാളും നന്നായിട്ട് ഈ അടിമകളുടെ അവസ്ഥ അള്ളാഹ് അറിയാം. എന്നാലും അള്ളാഹു ചോദിക്കും, കൈഫ തറക്തും ഇബാദി, എന്റെ അടിമകൾ ഏത് അവസ്ഥയിലാണ് നിങ്ങൾ വിട്ടേച്ചു പോകുന്നത്? മലക്കുകൾ പറയും, ഞങ്ങൾ പോകുന്ന സമയത്തും അവർ നിസ്കരിക്കരുത്, ഞങ്ങൾ വരുന്ന സമയത്തും അവർ നിസ്കരിക്കരുത്. ഞങ്ങളെ കുറിച്ച് പറഞ്ഞത് ഈ അസറിനും സുബഹിക്കും കൃത്യമായി ജമാഅത്തിനും പങ്കെടുക്കുന്ന ആളുകളെ കുറിച്ച് പറയുന്നു. അപ്പൊ നമ്മളിപ്പോ ഒന്ന് സുബഹിക്ക് പള്ളിയിൽ തന്നെയാണ്. നമ്മളെ കുറിച്ച് മലക്കുകൾ അല്ലാഹുവിനോട് പറയും. മാത്രമല്ല, ഇമാം അഹ്മദിന്റെ റിവായത്തിൽ ഇപ്രകാരം കൂട്ടിച്ചേർത്ത് തേക്കാണ്, മലക്കുകൾ പറയുന്ന സമയത്ത് അല്ലാഹുവിനോട്, അല്ലാഹു പ്രതിഫല നാളിൽ അഥവാ പരലോകത്ത് അവർക്ക് പുറത്തു കൊടുക്കണമേ എന്ന് അല്ലാഹുവിനോട് അവർ ഈ പള്ളിയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് വേണ്ടി പാപമോചനം തേടിക്കൊണ്ടിരിക്കുമെന്നുള്ളത്. ഈ മലക്കുകളുടെ പ്രാർത്ഥന നമ്മൾ കിട്ടണമെങ്കിൽ കൃത്യമായിട്ട് ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുന്ന ആളുകളാകണം. വിശിഷ്യ നമ്മുടെ ഈ സുബഹിയും അസറും അതിൽ നമ്മൾ വീഴ്ച വരുത്താൻ പാടില്ല.
എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. പിന്നീട് വരുന്നത് നിസ്കരിക്കാൻ വരുന്നിട്ട് നിസ്കാരത്തിന്റെ സ്വഫുകൾ കൃത്യമായി പൂർത്തീകരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് മലക്കുകൾ ദുആ ചെയ്യും. സ്വഹിയായ ഹദീസിൽ കാണാം, ഇന്നല്ലാഹ വമലായികത്തുഹു യുസല്ലൂന അലൽ ലദീന യസിലൂന സുഫൂഫ്. അല്ലാഹുവും അവന്റെ മലക്കുകളും സ്വഫുകൾ ചേർക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് പറയും ഹദീസിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്, ഒരു മനുഷ്യൻ ഈ സ്വഫുകൾക്കിടയിലുള്ള വിടവ് പൂർത്തിയാക്കിയാൽ അവന്റെ ദർജ അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ചു കൊടുക്കും. ഈ സ്വഫ് പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണുക. പക്ഷെ എത്ര നമ്മൾ പറഞ്ഞാലും നമ്മൾ പണ്ട് നിന്ന് നിർത്തണ്ട, അതിന്റെ അപ്പുറത്ത് ഒരു അടി അനുകൂലം. ആളുകൾക്ക് എന്തോ ഒരു ഐത്തമൈയാണ്, തൻ്റെ ഒരു സഹോദരന്റെ മേലൊന്ന് കയ്യോ കാലോ തട്ടുന്നത് എന്തോ ഒരു ഐത്തമൈയാണ് ആളുകൾക്ക്. പണ്ടിട്ട് ബേജാതി കീജാതി എന്നൊക്കെ പറഞ്ഞ കുറെ ജാതികളുണ്ട്. അതേമാതിരി ചില ആളുകൾ ഞാൻ വലിയ ഉയർന്ന ജാതി, മറ്റൊന്നിന്റെ അടുത്ത് നിൽക്കാൻ പറ്റൂല, അങ്ങനെയൊക്കെയുള്ള ചിന്താഗതികളുള്ള മനുഷ്യന്മാരെ നിസ്കരിക്കാൻ വരുന്ന ആളുകൾ. ആരെങ്കിലും തൊട്ടവനെ കുറിച്ച് തട്ടുക, ഇത് വേറെ ആരും കൊണ്ടുവന്ന സാധനം വരുന്ന അള്ളാന്റെ ദീന വളരെ ഗൗരവപ്പെടുപ്പിച്ചൊരു സാധനം. നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ കാണാം, നിങ്ങളുടെ സ്വപ്പുകൾക്കിടയിൽ വിടവ് വന്ന അള്ളാഹു നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നു. അതായത് മുസ്ലിം ഉമ്മത്തിന് ഭിന്നിപ്പ് വരുന്നതിന്റെ ഒരു കാരണം മുസ്ലിം ഉമ്മത്ത് നിസ്കരിക്കാൻ നോക്കുമ്പോൾ അകന്നു നിൽക്കുന്നതാണ്. ഇത് ഭിന്നിപ്പിന് പോലും നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ പോലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്നാണ്. അപ്പൊ നമ്മൾ ഈ വിഷയത്തൊക്കെ നമ്മളൊന്ന് ഇതിന്റെ അർത്ഥം മറ്റവരുടെ കാൽക്കൊന്നും ചവിട്ടിയിട്ട് നെരിച്ച് ഇങ്ങനെ ആക്കാമെന്നുള്ളതല്ല. സഹാബാക്കൾ പറഞ്ഞിട്ട് ഞങ്ങൾ എങ്ങനെ നിസ്കരിക്കും, നമ്മുടെ തോളും മറ്റവന്റെ തോളും ആകലും നമ്മുടെ കാലും മറ്റവന്റെ കാലും ഇങ്ങനെ അടുപ്പിച്ചു കൊടുക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഈ സ്വപ്പുകൾക്കിടയിൽ വിടവിന്റെ ഉള്ളിലൂടെ പിശാചി പമ്മി വരുന്നത് ഞാൻ കാണുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്ത നിസ്കാരത്തിലൊന്നും ഒരു സ്വത്തും ഉണ്ടാവില്ല. നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിന് അവസാനിച്ചു എന്തൊക്കെയോ ബോധം ചേർന്ന് നിസ്കരിക്കും. എന്താ കാരണം? ചിലരൊക്കെ പൂർത്തിയാക്കാൻ പറഞ്ഞാൽ നമ്മൾ പൂർത്തിയാക്കാത്തത് തന്നെ കാരണം. അപ്പൊ ഇത് ആരോ കൊണ്ടുവന്ന് ആളുകൾക്ക് അങ്ങനെയൊക്കെ ഒരു ഉദാഹരണം. ഇത് കുറെ ആളുകൾ കൊണ്ടുവന്ന് ഒലുവ് കാണിക്കുന്ന തീവ്രത കൂടിയ ആളുകൾ ചേരില്ല. ഇത് അമ്മാന്റെ ദീനിനെ പഠിപ്പിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇത് നമ്മൾ പൂർത്തീകരിക്കുക. അങ്ങനെ പൂർത്തീകരിക്കുന്ന ആളുകൾക്ക് ഈ മലക്കുകളുടെ ദുആ കിട്ടിക്കൊണ്ടിരിക്കുമെന്നുള്ളത്. അപ്പൊ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി തിരുത്തേണ്ടതൊക്കെ ചിലത് തിരുത്താൻ വേണ്ടിയിട്ട് ആദ്യം പറയുന്ന ഞാനും കേൾക്കുന്നത് നിങ്ങൾ കൂടുതൽ ശ്രമിക്കുക എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെയാണ് ഏതായാലും നിസ്കാരത്തിൽ വരികയാണ്. ആ നിസ്കാരത്തിന് വരുമ്പോൾ പരമാവധി ഒന്നാമത്തെ സ്വത്തിൽ കയ്യിൽ എത്തിപ്പെടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. കാരണം എന്താ? ഒന്നാമത്തെ സ്വത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യുന്നുണ്ട്. പറഞ്ഞു, ഇന്നല്ലാഹു മലായികത്തുഹു യുസല്ലൂന അലസ്സഫിൽ അവ്വൽ. എനിക്ക് ഒരു പ്രയാസമില്ലാതെ കിട്ടുന്ന വലിയ പ്രതിഫലമാണുള്ളത്. നമ്മൾ പള്ളിയിൽ വരുന്നത് ആളുകളെ സംബന്ധിച്ചോളം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ നിലയിലിരിപ്പില്ല, എവിടെയെങ്കിലും തൂണുണ്ട് അവിടെ പോയി ചാടിക്കുന്ന അവസ്ഥയാണ്. ഇത് സത്യത്തിൽ അള്ളാന്റെ വിളിക്ക് ഉത്തരം നൽകാനുള്ള ഒരു ആവേശമാണ്. നിസ്കരിക്കാൻ വേണ്ടി വരാം, ഞാൻ ആദ്യം സ്വത്തിൽ നിൽക്കുക എന്ന ആ ഒരു ആവേശവും താല്പര്യമാണ്. അതിന് അല്ലാഹു മലക്കുകളുടെ ദുആ നിശ്ചയിച്ചിട്ടുണ്ട്. സാധിക്കുന്നത്ര നമ്മൾ എന്ത് ചെയ്യണം? ഒന്നാമത്തെ സ്വത്തില് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. അതുപോലെ തന്നെയാണ് സഹോദരന്മാരെ, നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് നിസ്കാരത്തെ കാത്തിരിക്കുക. അതിന് വലിയ മഹത്വം ഇസ്ലാം. നോക്കി നിങ്ങൾ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലു അബ്ദു ഫീ സ്വലാത്തി മാ കാന ഫീ സ്വലാത്തി യഖദിറു ബിസ്സലാ. ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി വന്നിട്ട് നിസ്കാരം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ സമയം അത്രയും അയാൾ നിസ്കാരത്തിലാണ്. നിസ്കരിക്കുമ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന കൂലി ആ കാത്തിരിക്കുമ്പോഴും അവർ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തിനു പറയുന്നത്? മലായികത്ത് അത്തരം കാത്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി മലക്കുകൾ പറയും, അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. മലക്കുകളെ പ്രാർത്ഥന നമുക്കറിയില്ലേ? ഉത്തരം കിട്ടുന്ന പ്രാർത്ഥന. അല്ലാഹു മനുഷ്യനെ പുറത്തു കൊടുക്കുക, അവരുടെ കരുണ കാണിക്കുക. ഏതുവരെ?
അവൻ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് പോകുന്നത് വരെ, അല്ലെ അവന്റെ മുഖവും നഷ്ടപ്പെടുന്നത് വരെ, അതുവരെ അവൻ എന്ത് ചെയ്യും? ഇങ്ങനെ മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ വാങ്ങോടുക്കാനത്തെ 5 മിനിറ്റ് ഉണ്ടല്ലോ എന്നാണ് ഓട്ടത്തിൽ ഇങ്ങനെ കിസ്സാറിയിരിക്കരുത്. നേരത്തെ മുഖപ്പെടുത്തൊക്കെ നിസ്കരിച്ച് അല്ലെങ്കിൽ ദുആ ചെയ്യുക, അല്ലെങ്കിൽ ദിക്ർ ചെയ്യുക, ഖുർആൻ എടുത്ത് ചോദുക. ആ സമയം അത്രയും മലക്കുകൾ നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല നിസ്കാരത്തിൽ കിട്ടുന്ന ആ പ്രതിഫലം ആ സമയത്തും ആ മനുഷ്യൻ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നിസ്കരിച്ച് കഴിഞ്ഞാലും ആ സ്ഥലത്ത് ഇരിക്കുന്നവർക്ക് വലിയ മഹത്വം എന്നുള്ളത് ഇത് സ്വഹീഹ് ബുഖാരിയിൽ കാണാം. എന്താണ്? ഒരു മനുഷ്യൻ നിസ്കാരം എഴുന്നേറ്റ് പോകാതെ അവന്റെ ഉദു നഷ്ടപ്പെടാത്ത അവസ്ഥയിൽ അവൻ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ മലക്കുകൾ പ്രാർത്ഥിക്കും, അപ്പൊ നിസ്കാരം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നീച്ചത്ത് ഓടലില്ല, ദുആകളൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ കുറച്ച് നമുക്ക് എത്ര ദിക്റുകളൊക്കെ ചെയ്യാൻ പറ്റും അത്രയും നമുക്ക് ചെയ്യാം. ഖുർആൻ ഓതാൻ പറ്റുന്ന ഓതുക. ഇവിടെ ശൈഖ് ഉസൈമീനൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇരുന്ന് അവിടെ തന്നെ ഇരിക്കണമെന്നില്ല, നമ്മൾ മാറിയിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ ആളുകൾക്ക് കാലുവേദനക്കുള്ള കാലിന് തരിപ്പുകളൊക്കെ കാണുന്നു. അപ്പൊ അത്തരം ആളുകൾ എന്ത് ചെയ്യാം? നമ്മൾ മാറിയിരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ആ നിസ്കരിച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കുമ്പോൾ ചില ആളുകൾ വെച്ചെടുക്കാൻ മറന്നമായി 33 സുബ്ഹാനല്ലാഹ് പോലും ചെല്ലാനുള്ള സമയമുണ്ട്. അങ്ങനെയല്ല, ഇതിനൊക്കെ എന്തുണ്ട് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നാളെ പള്ളിയിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എത്ര മഹത്തുള്ളതാണ്. പല റിപ്പോർട്ടുകളിൽ കാണാം, ഒരാള് മഗ്‌രിബ് നിസ്കരിച്ച് ആ മഗ്‌രിബിന്റെയും ഇശാന്റെയും പള്ളികളിൽ ഇങ്ങനെ ഇരിക്കുക, ഇശാവരെ കാണുന്നു. അതിനെ പറ്റുന്ന മഹത്വത്തെ കുറിച്ച് ധാരാളം പ്രദേശം പള്ളിയിൽ ഇരിക്കുമ്പോൾ എത്ര സമയം നമ്മൾ കൊണ്ടുപോയിട്ട് ആളുകൾ കൂടെ നിന്ന് പറഞ്ഞത് ഒരു അലസ പള്ളിയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരു അലസമായിട്ട് പോകും. അങ്ങനെ ഭഗവാന്റെ പള്ളിയിൽ ഇരിക്കുന്ന വലിയ മഹത്വമുണ്ട്, മലക്കുകളുടെ പ്രാർത്ഥന ഉണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് നിസ്കാരത്തിന് ഇമാമ് ഫാത്തിഹ ഓതുന്നത്. ആ ഇമാം ആമീൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ഇമാമിന്റെ കൂടെ ആമീൻ കൊടുക്കണം. അപ്പോൾ നമുക്ക് മലക്കുകളുടെ പ്രാർത്ഥന ഇമാം ആമീൻ ചൊല്ലിയാൽ നിങ്ങളും ആമീൻ ചൊല്ലുക. എന്നിട്ട് പറയണം, നമ്മൾ ഇമാം ആമീൻ എന്ന് പറഞ്ഞാൽ നമ്മളും ആമീൻ പറയും. അപ്പോൾ എന്തുണ്ടാവും? മലക്കുകളും ഇതിന്റെ കൂടെ ആമീൻ പറയും. നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുന്നിടത്ത് മലക്കുകളൊക്കെ ഉണ്ട്. അവരെന്ത് ചെയ്യുന്നുണ്ട്? അവരാമീൻ എന്ന് പറയും. നമ്മൾ ജുമാക്ക് മുമ്പ് ആരുണ്ട്? മലക്കുകളുണ്ട്. കേട്ടില്ലേ? പള്ളിയിലേക്ക് ജുമാക്ക് വേണ്ടി നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോ മലക്കുകൾ ആ പള്ളിയുടെ കവാടത്തിന്റെ ഇങ്ങനെ കിതാബായിട്ട് കൊടുക്കും. എന്നിട്ട് വരുന്നവർക്ക് ഓരോ പ്രതിഫലമൊക്കെ രേഖപ്പെടുത്തും. എന്നിട്ട് ഇമാം മുമ്പറിന്റെ മുകളിൽ കയറി ഇരുന്ന് കഴിഞ്ഞ് വാങ്ങ് കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ മലക്കുകൾ കൊടുക്കല്ല, മലക്കുകൾ കുത്തുവയ്ക്കാൻ വേണ്ടി ഇരിക്കും. മലക്കേക്ക് ഇപ്പൊ ഞങ്ങളെ വയലോട്ട് കേൾക്കേണ്ട ആവശ്യമില്ല, ഇവർക്ക് നമ്മളെക്കാളും നീങ്ങാതി. പിന്നെ ഓരോരുത്തരെ കുത്തുവയ്ക്ക് ഇവർക്ക് ഇരുമിന്റെ സദസ്സ് ഭയങ്കര കാര്യമാണ്. മലക്കുകൾ നമ്മളെ കുത്തുക സത്യത്തിന് കുത്തുക പറയുക മലക്കുകൾക്ക് വേണ്ടിയിട്ടല്ല, മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടല്ല. മനുഷ്യന്മാരൊക്കെ കേട്ടിട്ട് ഓർക്കുന്നുണ്ടോ? മലക്കുകൾ ഇരുന്നിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. മാത്രമല്ല മലക്കുകൾ കാണുന്നുണ്ടാവും കേൾക്കുന്നതാണ്. നമുക്ക് ചെങ്ങായി കേട്ട് ഓർക്കുന്നുണ്ട്, ഓരോരുത്തരെ പറയുന്നുണ്ടോ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ മലക്കുകൾ പള്ളികളിൽ ഉണ്ടാവും. ആമീൻ എന്ന് പറയുമ്പോൾ മലക്കുകൾ ആമീൻ പറയുന്നുണ്ട്. ഈ മലക്കുകളുടെ ആമീൻ നമ്മളുടെ ആമീൻ ഒത്തുവന്നാൽ നമ്മുടെ കഴിഞ്ഞു പോയ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരും എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കുകയും ഈ ആമീൻ എന്ന് പറയാൻ എത്ര എളുപ്പമുള്ള കാര്യം. ചില ആളുകൾ അതും തൊള്ളോട്ടൊക്കെ ആമീൻ എന്ന് പറഞ്ഞാൽ ഒച്ച ഉണ്ടാവില്ല. അങ്ങനെയല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ റസൂലിന്റെ വലവാരിൻ പറഞ്ഞ ആമീൻ എന്ന് പറഞ്ഞാൽ സ്വഹാബാക്കൾ ഉറക്ക ആമീൻ എന്ന് പറഞ്ഞാൽ പള്ളി നിന്ന് മുഴുകുമായിരുന്നു. ഇവിടെ പള്ളികളിൽ ഇരുന്ന ആളുകൾക്ക് അതിന് താല്പര്യമില്ല. ചില ഇമാമന്റെ ആമീൻ പറയും, വലവാരി വില കുറച്ചുള്ള ആമീൻ നേരത്തെ കാലത്ത് നോമി ചെയ്തിട്ട് ഞാനെന്ത് പറയേണ്ടത് ചിലോനെ പറയും. അങ്ങനെയല്ല, ഇമാം ആദ്യം ആമീൻ എന്ന് പറയാം,
എന്നിട്ട് എന്ത് ചെയ്യാം, മാമൂ മാമി എന്ന് പറയാ, ഉറക്കെ പറയാ. അങ്ങനെ പറയുമ്പോൾ സഹോദരന്മാർ, ഈ ആമീൻ പറയുന്നതിനൊക്കെ നമ്മൾ മനസ്സിലാക്കണം അതിന്റെ കൗരവൊക്കെ. നമ്മൾ എന്ത് പറഞ്ഞിട്ടാ ഈ ആമീൻ പറയുന്നത്? എന്തിനെ സിറാത്തുൽ മുസ്തഖീം, നീ ഞങ്ങളെ നേരായ മാർഗത്തിലാക്കി തെറ്റിക്കല്ല. ചിലപ്പോ കച്ചവടത്തിൽ തെറ്റ് സംഭവിക്കും, അബദ്ധം സംഭവിക്കും, വിവാഹ ജീവിതത്തിൽ അബദ്ധം സംഭവിക്കും, ഇതൊക്കെ മനുഷ്യന് അബദ്ധം സംഭവിക്കും. അതൊക്കെ ദുനിയാവിന്റെ വിഷയമാണ്. ചിലപ്പോൾ തിരുത്താനും ഇനി തെറ്റി അബദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ നഷ്ടം വന്നാൽ ദുനിയാവിന്റെ വീടുള്ളൂ. പക്ഷെ നമ്മൾ തേടുന്നത് സ്വർഗത്തിലേക്കുള്ള പാതയാണ്. അതിൽ നീ തെറ്റ് സംഭവിക്കരുത്, വരുത്തല്ലേ. അതാണ് നമ്മൾ ആമീൻ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊണ്ട്. ഇതൊക്കെ ശരിക്കും ചെല്ലുന്നതിന്റെ മഹത്വം മനസ്സിലാക്കി ചിലപ്പോഴല്ലോ ഉറക്കം നമ്മൾ പറഞ്ഞു. നമ്മളിത് എന്താ ചെല്ലുന്നതിന് നമുക്കിത് മനസ്സിലാവാത്തതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നല്ല മനുഷ്യന്മാരെ കൂടെ നീ ഞങ്ങളെ നീ അനുഗ്രഹിച്ച അഭിമാന സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ നിന്റെ കോപത്തിന് വിധേയമായ ജൂതരുടെ മാർഗത്തിനാക്കല്ല, അതുപോലെ വഴി വെച്ചു പോയ ക്രിസ്ത്യാനികളുടെ മാർഗത്തിനാക്കല്ല. ഇതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ആമീൻ പറയുന്നത്. അത് ശരിക്കും ഉൾക്കൊണ്ടെന്ന് കൽബ് നമ്മൾക്ക് വരുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും ഇതിന്റെ ആശയവും അർത്ഥവും ഉൾക്കൊള്ളാത്തതുകൊണ്ടാണ് നമുക്ക് ഇരിക്കാൻ വയ്യാത്ത ആമീനായിട്ട് എടുക്കുന്നത്. അതല്ല, ഉറക്കെ നമ്മൾ പറയുമ്പോൾ അവിടെ മലക്കുകളുടെ ആമീയുമായി ചേർന്ന് വരുമ്പോൾ അതെന്ത് ചെയ്യും? മലക്കുകളുടെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ വിധേയരാകും, അല്ലെങ്കിൽ അതിനാണ് അർഹരാകുമെന്നാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പിന്നെ അത് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഒന്ന്, ഈ നോമ്പിന് അത്താഴം കഴിക്കുന്ന ആളുകൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും. ഇത് ഫർദ് നോമ്പായാലും സുന്നത്ത് നോമ്പായാലും അത്താഴത്തിന് എഴുന്നേൽക്കുന്ന ആളുകളുണ്ടല്ലോ. പൊതുവെ നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് ആകെ ഒരു പ്രയാസമുള്ള ഒരു സമയമാണ്. എത്രയും രാത്രി ഉറക്കം ചെയ്യാൻ നമുക്ക് കഴിയും, പക്ഷേ നേരത്തെ എഴുന്നേൽക്കുന്ന വിഷയത്തിൽ നമുക്ക് വലിയ പ്രശ്നമാണ്. എന്നിട്ട് ആ സമയത്ത് എന്തെങ്കിലും കഴിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാവില്ല ആളുകൾ. പക്ഷെ അവര് മനസ്സിലാക്കണം, ഇങ്ങനെ അത്താഴം കഴിക്കുന്ന ആളുകൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകളും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും. അല്ലാഹുവിന്റെ സ്വലാത്ത് എന്താണെന്നൊക്കെ നമ്മൾ വിശദീകരിച്ചതാണ്. അല്ലാഹുവിന്റെ മലക്കുകളും അവർക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും. പിന്നീട് വന്നത് നോമ്പുകാരനെ ഭക്ഷിപ്പിച്ച ആളുകൾക്ക് വേണ്ടിയിട്ട് അത് ഹദീസിൽ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരാളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചു. റസൂലിന് നോമ്പായിരുന്നു. അങ്ങനെ നോമ്പ് തുറക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, ഇങ്ങനെ നോമ്പുകാരെ നോമ്പുകാർക്ക് നോമ്പ് തുറപ്പിച്ച ആളുകൾക്ക് അവർക്ക് ആ ആളുകൾക്ക് ഭക്ഷണം കൊടുത്ത ആളുകൾക്ക് അവർക്ക് വേണ്ടിയിട്ട് മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്നുള്ളത്. നോമ്പുകാര് നോമ്പ് തുറപ്പിക്കുന്നതിലേക്ക് എന്തുണ്ട്? മലക്കുകളുടെ പ്രാർത്ഥന കിട്ടുമെന്നാണ് പഠിപ്പിക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. നോമ്പ് പിടിച്ച ആളെടുക്കൽ ഇരിക്കുന്ന ആളുകൾ നോമ്പ് പിടിച്ച ഒരു മനുഷ്യന് മറ്റുള്ളവർ ഭക്ഷണം കഴിക്കുമ്പോൾ അവരുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഈ നോമ്പ് പിടിച്ച ആളുകൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്നുള്ളത്. ആ ഹദീസ് ഇങ്ങനെയാണ്. എൻ്റെ ഉമ്മി അമ്മാറത്തുൽ അൻസാരി പറയാണ്, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല റസൂൽ ഒരിക്കൽ അവരുടെ അടുക്കൽ വന്നു. അപ്പൊ അവരെന്ത് ചെയ്തു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഭക്ഷണം കൊടുത്തു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടി ഈ ഭക്ഷിക്കുന്നു പറഞ്ഞു. അവര് പറഞ്ഞു, ഞാൻ നോമ്പുകാരിയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന സ്വായിബ യുസല്ലി അലൈഹി മലായിക ഇദാ ഉകില ഇൻദഹു ഹത്താ യഫ്റൂ. ഒരു നോമ്പുകാരൻ അവന് ഭക്ഷണം കഴിക്കുന്ന മനുഷ്യന്റെ അടുക്കൽ ഇരിക്കണം. എന്നിട്ട് ഇയാൾ ഭക്ഷണം കഴിച്ച് തീരുന്നത് വരെ മലക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെന്ന്. ഉദാഹരണമായിട്ട് പറയാണ്, നമ്മൾക്ക് നോമ്പ്. ഇപ്പൊ നമ്മുടെ ഒരു ആരെങ്കിലും ഒരു സുഹൃത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇപ്പൊ നമുക്ക് നോമ്പാണ് കഴിച്ചു കൊടുക്കും. വേണമെങ്കിൽ നമ്മളവിടെ ഇരിക്കുക. അങ്ങനെ ഇരിക്കുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാവും. അത്തരം സന്ദർഭങ്ങളിൽ മലക്ക് നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അവര് ഭക്ഷണം കഴിക്കുന്നത് വരെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്നതും. ഇത്തരം കാര്യങ്ങളാണ് മലക്കുകളുടെ പ്രാർത്ഥനയായിട്ട് പരമാവധി ഹദീസിൽ വന്നതൊക്കെ ഞാൻ ക്രോഡീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, ഈ നമ്മുടെ ഖൈറിന് വേണ്ടി, നമുക്ക് മഗ്ഫിറത്തിന് വേണ്ടി പ്രാർത്ഥിച്ച മലക്കുകൾ നമ്മൾ നശിച്ചു പോകാൻ വേണ്ടി നമുക്ക് അതിനകത്ത് ചെല്ലുന്ന കുറവറ്റങ്ങളുണ്ട്. അതാണ് വിശ്വാസികൾ കൂടുതൽ ഗൗരവത്തിൽ മനസ്സിലാക്കുന്നത്. നമ്മൾ നശിക്കാനും അള്ളാന്റെ കാരുണ്യത്തിൽ നമ്മൾ അകലാനും അള്ളാന്റെ ശിക്ഷ നമ്മുടെ മേൽ വന്ന് ഭവിക്കാനും ഒക്കെ ഈ മലക്കുകൾ നിരന്തരം പ്രാർത്ഥിക്കുന്നു.
അതാരൊക്കെയാണ്? അത് ചില കർമ്മങ്ങൾ ചെയ്യും. അത് സത്യത്തിൽ നമ്മളൊക്കെ കൂട്ടത്തിൽ നമ്മളിലൊക്കെ കാണുന്ന ഒരു സാധനമാണ്. പ്രത്യേകിച്ച് സ്ത്രീകളിലൊക്കെ അത് ധാരാളമായിട്ട് കണ്ടുവരുന്നു. അപ്പൊ അതാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. അടുത്ത ക്ലാസ്സിലായിട്ട് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ട കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള പ്രാപ്തിയും തൗഫീഖും പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്ക് പ്രദാനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.